Adiabatic process. It is a thermodynamic process in which there is no exchange of heat between system and surroundings. So, system എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. It is a quantity of matter. It is enclosed by a surface. ഒരു സർഫസ് കൊണ്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? The change in thermodynamic variables such as pressure, volume and temperature. Pressure അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് ആണ്. അതിൽ ഹീറ്റ് എക്സ്ചേഞ്ച്, സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കില്ല. Next is the conditions for an adiabatic process. ഒരു adiabatic process നടക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറയാൻ പോകുന്നത്. രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് the system must be thermally insulated from the surroundings. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കരുത് എന്നുണ്ടെങ്കിൽ the system should be thermally insulated from the surroundings. സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാതിരിക്കെ അതിനെ തെർമലി ഇൻസുലേറ്റ് ചെയ്യണം. അതായത് വാൾസ് ഇൻസുലേറ്ററിൻ്റെ ആയിരിക്കണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് ദ പ്രോസസ് മസ്റ്റ് ടേക്ക് പ്ലേസ് സഡൻലി സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് അലോ എനി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. അപ്പോൾ ആ പ്രോസസ്സ് സഡൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് നടക്കില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് കണ്ടീഷൻസ് ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കാനുള്ള കണ്ടീഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഐസോതെർമൽ പ്രോസസ് ആയിരുന്നു. ഐസോതെർമൽ പ്രോസസ്സിന് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഇസ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ദ വേരിയബിൾസ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും അഡിയബാറ്റിക് പ്രോസസ്സിലും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഇറ്റ് ഈസ് PV raised to gamma equal to a constant. Pressure into volume raised to gamma is a constant. ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഇക്വേഷൻ എന്തായിരുന്നു? PV equal to constant. ഇവിടെ PV raised to gamma equal to a constant. ഇനി ഗാമ എന്താണ് എന്ന് നോക്കാം. This gamma is the ratio between specific heat capacities. Cp by Cv ആണ് ഗാമ എന്ന് പറയുന്നത്. ഇതിൽ Cp എന്ന് പറയുന്നത് is specific heat capacity at constant pressure. Cv എന്ന് പറയുന്നത് it is specific heat capacity at constant volume ആണ്. പ്രഷർ അല്ല, constant volume. Then specific heat capacity എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് the heat required to raise the temperature of unit mass of substance by 1 degree Celsius. Specific heat capacity എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ 1 degree Celsius ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹീറ്റ് എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം എന്നാണ് കേട്ടോ. CV ഇസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇപ്പോൾ ഒരു മെറ്റീരിയലിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഡിഫറെന്റ് ആണ്, കോൺസ്റ്റന്റ് പ്രഷറിൽ ഡിഫറെന്റ് ആണ്. ഇത് രണ്ടിന്റെയും റേഷ്യോയാണ് ഗാമ എന്ന് വിളിക്കുന്നത്. Cp എന്ന് പറയുന്നത് CVയേക്കാളും എപ്പോഴും ഒരു ലാർജർ ക്വാണ്ടിറ്റി ആയിരിക്കും. Cp by Cv for different materials may be different. ഇവിടെ നമ്മൾ ഗ്യാസസിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്യാസസിൽ മോണോഅറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ, മോണോഅറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആറ്റമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ്. മോണോഅറ്റോമിക് ഗ്യാസിന്റെ കേസിൽ ദിസ് റേഷ്യോ Cp by Cv is 1.66. ആൻഡ് ഇൻ കേസ് ഓഫ് ഡയറ്റോമിക് ഗ്യാസ് ഒരു വാട്ടർ വേപ്പർ ഒക്കെ ആണെങ്കിൽ ഡയറ്റോമിക് ആണ്, ഹൈഡ്രജനും ഓക്സിജനും ഉള്ള ഒരു ഗ്യാസ് ആണ്. അവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് റേഷ്യോ ഗാമ ഇസ് ഈക്വൽ ടു 1.4. ഗാമയുടെ വാല്യൂ മോണോഅറ്റോമിക് ഗ്യാസിന്റെ കേസിൽ 1.66ഉം
ഡയറ്റോമിക് കേസ് ഗ്യാസസിന്റെ കേസിൽ 1.4 നെക്സ്റ്റ് ഈസ് ഐസോകോറിക് പ്രോസസ്. നമ്മൾ ഐസോതെർമൽ പ്രോസസ് പഠിച്ചതുപോലെ ഉള്ള ഒരു തെർമോഡൈനാമിക് പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. ഇൻ ദിസ് പ്രോസസ് ദ വോളിയം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്രോസസ്. പ്രോസസ് നടക്കുമ്പോൾ സിസ്റ്റത്തിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. അങ്ങനെയുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. Isobaric process is a thermodynamic process in which pressure of the system remains constant throughout the process. Process നടക്കുമ്പോഴെല്ലാം സിസ്റ്റത്തിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് തെർമോഡൈനാമിക് പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. നെക്സ്റ്റ് ഈസ് വർക്ക്. വർക്ക് എന്ന് പറയുന്നത് നമുക്ക് തെർമോഡൈനാമിക്സിൽ എക്സ്റ്റേണൽ വർക്ക് എന്നും ഇന്റേണൽ വർക്ക് എന്നും ഡിവൈഡ് ചെയ്യാം. അപ്പൊ സിസ്റ്റം ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്സ് ചെയ്യുന്ന വർക്ക്, അതാണ് ഇവിടെ. എക്സ്റ്റേണൽ വർക്ക് ഉണ്ടാവും, ഇന്റേണൽ വർക്ക് ഉണ്ടാവും. അപ്പൊ എക്സ്റ്റേണൽ വർക്ക് എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഫോഴ്സ് എഫ് ഇസ് എക്സേർട്ടഡ് ബൈ ദ സിസ്റ്റം ഓൺ ഇറ്റ്സ് സറൗണ്ടിങ്സ് and a displacement is produced because of it, then work is done by the system or on the system. This is called external work. ഒരു ഫോഴ്സ് സിസ്റ്റം സറൗണ്ടിങ്സിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ, ലൈക്ക് the gas as a pressure which exerts a force on the walls, അല്ലേ? ഗ്യാസിന്റെ പ്രഷർ കാരണം വാൾസിൽ ഒരു പ്രഷർ experience ചെയ്യും. then walls, if the walls can expand, the gas will expand. അപ്പോൾ walls expandable ആണെങ്കിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു വോളിയം ചേഞ്ച് ഉണ്ടായി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ഇങ്ങനെയുള്ള വർക്കിനെയാണ് എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ സിസ്റ്റം സറൗണ്ടിങ്സിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സറൗണ്ടിങ്സ് സിസ്റ്റത്തിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. ഇത് രണ്ടും ആയാലും എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആൻഡ് ദ വർക്ക് ഡൺ ഫോർ ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് കോൾഡ് എക്സ്റ്റേണൽ വർക്ക്. ഇനി അടുത്ത കാറ്റഗറി ഇന്റേണൽ വർക്കാണ്. അതിൽ പോകുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സ്റ്റേണൽ വർക്ക്, a gas enclosed inside a cylinder by frictionless piston expands by pushing piston upward. ഇതാണ് എക്സാമ്പിൾ. ഒരു സിലിണ്ടറിന്റെ അകത്ത് ഗ്യാസ് നിറച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ പിസ്റ്റൺ, മൂവബിൾ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. അപ്പൊ ഈ പിസ്റ്റൺ ആണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ദെൻ മൂവബിൾ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിറിഞ്ചിന്റെ ടോപ്പ് പോലെയാണ്. സിറിഞ്ചിലെ ഒരു മൂവബിൾ പാർട്ട് ഉണ്ടാവില്ല, അതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, ഇത് തള്ളാൻ വേണ്ടിയിട്ട് വേറൊരു എനർജി ലോസ് ഉണ്ടാവില്ല. ഗ്യാസിന്റെ പ്രഷർ വെച്ച് ഗ്യാസ് ക്യാൻ എക്സ്പാൻഡ് ബൈ ഡൂയിങ് വർക്ക്. ആൻഡ് ദിസ് വർക്ക് ഈസ് എക്സാമ്പിൾ ഫോർ എക്സ്റ്റേണൽ വർക്ക്. ഇവിടെ ഗ്യാസ് അല്ലെങ്കിൽ സിസ്റ്റം സറൗണ്ടിങ്സിലാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ദിസ് ഈസ് എ വർക്ക് ഡൺ by the system and this is an example for external work. ഇത് എക്സ്റ്റേണൽ വർക്കിന് ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് ഇന്റേണൽ വർക്ക് എന്താണ്? If one part of the system does work on another part of the system, it is called internal work. ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൽ ചെയ്യുന്ന വർക്കിനെയാണ് ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തായിരിക്കും? ഇപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഗ്യാസ് ഇസ് എക്സ്പാൻഡിങ് ആൻഡ് വർക്ക് ഇസ് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ആ ഗ്യാസിലുള്ള മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവും. അപ്പൊ അതിനെ ഓവർകം ചെയ്തിട്ടാണ് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഹിയർ work is done
on one part of the system by another part. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു പാർട്ട് മറ്റൊരു പാർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ ഇന്റേണൽ വർക്ക്. ഇത് ഇന്റേണൽ വർക്കിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഇസ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഇൻ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ വർക്കിന്റെ എക്സ്പ്രഷൻ ആണ് എഴുതുന്നത്. നമ്മൾ സാധാരണ മെക്കാനിക്സിൽ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് എഴുതും. ഫോഴ്സ് ഇൻടു ഫോഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ്. അതാണ് വർക്കിന്റെ എക്സ്പ്രഷൻ. തെർമോഡൈനാമിക്സിൽ നമുക്ക് തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ടേംസിൽ, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. വേരിയബിൾസിന്റെ ടേംസിൽ വർക്ക് ഡണിന്റെ എക്സ്പ്രഷൻ ആണ് കാണാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റം തന്നെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ അകത്ത് ഗ്യാസ് എൻക്ലോസ്ഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ മൂവബിൾ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഇതിലൊരു മൂവബിൾ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഉണ്ട്. അപ്പൊ ഗ്യാസിന്റെ പ്രഷർ കാരണം ഈ പിസ്റ്റൺ മുകളിലേക്ക് അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാവും. ദെൻ ഗ്യാസ് ഇസ് എക്സ്പാൻഡിങ്. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. Therefore work is done by the system on the surroundings and we can calculate the expression for this work. അപ്പോൾ ഈ വർക്കിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. Force exerted on the by gas on the piston. ഈ സിലിണ്ടറിന്റെ ഉള്ളിലുള്ള ഗ്യാസ് കാരണം പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് പ്രഷർ. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ, ഒരു വേരിയബിൾ തെർമോഡൈനാമിക് വേരിയബിളിന്റെ ടേംസിൽ നമ്മൾ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്തു. ഇ ഇൻറ്റു എ. പ്രഷർ ഇസ് ഫോഴ്സ് പെർ ഏരിയ. Therefore we can write force is pressure into area. Let the gas expand and piston moves a distance dx. ഇത് മൂവബിൾ പിസ്റ്റൺ ആണ്. ഗ്യാസിന്റെ പ്രഷർ കാരണം എക്സ്പാൻഷൻ നടക്കും. എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യും, അപ്വേർഡ് മൂവ് ചെയ്യും. Then volume is increased. Let the displacement of piston be dx. ഇവിടെ നിന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അതിനെ നമുക്ക് ഡി എക്സ് എന്ന് വിളിക്കാം. Then work done by the system is given by dw. സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dx പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ പറയുന്നത്. വർക്ക് ഡൺ ഈസ് എഫ് ഡോട്ട് ഡി എക്സ്. ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ദ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അപ്വേർഡ് ആണ് ഫോഴ്സ്, പ്രഷർ, ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റും അപ്വേർഡ് ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഡോട്ട്. അപ്പൊ നമുക്ക് വെക്ടർ സൈൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എഫ് ഡോട്ട് ഡി എക്സ്. ദെൻ ഫോഴ്സ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് ഫോഴ്സിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? എഫ് ഡോട്ട് ഡി എക്സ് പി എ ഡി എക്സ്. പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഈ എ ഡി എക്സ് എന്താണ് ശരിക്കും? ബേസ് ഏരിയ. പിസ്റ്റണിന്റെ ബേസ് ഏരിയ എ. ഡി എക്സ് എന്ന് പറയുന്ന പിസ്റ്റൺ മൂവ് ചെയ്ത വെർട്ടിക്കൽ ആയിട്ടുള്ള അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എക്സ്പാൻഡ് ചെയ്ത വോളിയം ആണ് എ ഡി എക്സ് എന്ന് പറയുന്നത്. Therefore we can substitute a dx by p dv, where dv is the small expanded volume. Expanded ആണെന്ന ആ വോളിയം ആണ് എ ഡി എക്സ് അല്ലെങ്കിൽ ഡി വി എന്ന് പറയുന്നത്. നമുക്ക് വർക്ക് ഡൺ എക്സ്പ്രഷൻ കിട്ടി. വർക്ക് ഡണിന്റെ എക്സ്പ്രഷൻ ആണ് പ്രഷർ ഇൻറ്റു ഡി വി. ഡി വി ഇസ് ദ ചേഞ്ച് ഇൻ വോളിയം. അപ്പൊ നമുക്ക് വർക്ക് തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ടേംസിൽ കിട്ടി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ടേംസിലാണ് വർക്ക് ഡണിന്റെ എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്.
Next, the small work done for a small displacement dxi. Then to produce a increase in volume from V1 to V2. V1 എന്ന വോളിയത്തിൽ നിന്ന് V2 ലേക്ക് എക്സ്പാൻഡ് ചെയ്തു സിസ്റ്റം. ഈ കേസിൽ വർക്ക് ഡൺ എങ്ങനെ കാണാം? ഈ സ്മോൾ വർക്ക് ഡണിന്റെ ഇന്റഗ്രൽ എടുത്താൽ മതി. ഫ്രം V1 to V2. The limits V1 to V2 dW is the work done, total work done for expansion, and that is equal to integral from V1 to V2 PdV. ഇപ്പോൾ പ്രഷറിന്റെയും വോളിയത്തിന്റെയും ടേംസിൽ നമ്മൾ വർക്ക് ഡൺ, എക്സ്റ്റേണൽ വർക്ക് ഡണിന്റെ എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം V1 to V2 PdV.